ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗ് ആയിരിക്കും. പക്ഷേ സൺഡേ മോർണിംഗ് തൊട്ടിട്ടുള്ളൊരു വ്ളോഗ് ആയിരിക്കില്ല, ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വ്ളോഗ് ആയിരിക്കും. കാരണം എനിക്കിപ്പോഴാണ് ഒരു വ്ളോഗ് എടുക്കാം എന്ന് തോന്നിയത് കേട്ടോ. രാവിലെ എനിക്കപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എനിക്ക് 2-3 പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട്. സോ അത് ഷൂട്ട് ചെയ്ത് ഇരുന്നു. അതാണ് എനിക്ക് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. ഞാനിപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ ഇന്ന് നമുക്കൊരു സൺഡേ ആണ്, അപ്പോൾ ഫുൾ ഫ്രീ ആണ്, അല്ലെങ്കിൽ ഫ്രീ ആണ്, വർക്കൊന്നും ഇല്ലാത്ത കാരണം. ഐ മീൻ ഞാനിപ്പോൾ ജോബിന് പോകുന്നില്ലല്ലോ, അത് ഉദ്ദേശിച്ചിട്ടോ, അതൊന്നും ഇല്ലാത്ത കാരണം. അല്ലാണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറേ ഉണ്ട്. ഡെയിലി ഞാനിപ്പോൾ 3-4 വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിനായാലും യൂട്യൂബിനായാലും ഷോർട്സിന് റീൽസിനൊക്കെ വേണ്ടിയിട്ടാണ്. പ്രൊഡക്റ്റ് റിവ്യൂ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത് 2-3 ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തു. നല്ല മഴക്കാറായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. എനിക്ക് കറക്റ്റ് ലൈറ്റൊന്നും കിട്ടിയില്ല. 2 വിൻഡോ ഉണ്ടെങ്കിലും നല്ല മഴക്കാറായതുകൊണ്ട് ലൈറ്റ് കിട്ടില്ല. എക്സ്ട്രാ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. എന്നാലും ക്ലാരിറ്റിക്ക് ചെറുതായിട്ട് കുറവുണ്ടായിരുന്നു കേട്ടോ. യെസ്, അപ്പോൾ അതാണ് ഞാൻ ഇത്ര എന്താ പറയുക ഒരുങ്ങി നിൽക്കുന്നത്. ബ്ലഷും ലിപ്സ്റ്റിക്കും ഐ ഷെയ്ഡും അതുപോലെ തന്നെ ഐലൻഡും ഒക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഈ ഒരു സൺഡേ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എനിക്കിതിപ്പോൾ ഫേസ് വാഷ് ചെയ്യണം. ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ റൂം മൊത്തം അലങ്കോലാവും കേട്ടോ. എന്താണെന്നറിയില്ല, പ്രൊഡക്ട്സ് അവിടെ ഇടും ഇവിടെ ഇടും, കവറ്, അതിൻ്റെ പാക്കറ്റ്, അതിൻ്റെ ടാഗ് എല്ലാം ഇങ്ങനെ. പിന്നെ ഞാൻ ഷൂട്ടിനിടുന്ന ഡ്രസ്സ് എല്ലാം കൊണ്ടും എൻ്റെ റൂമ ഫുൾ അലങ്കോലാവും. സോ ഞാനതൊന്നും ഇങ്ങനെ ഒതുക്കി വെക്കുകയായിരുന്നു. അപ്പോഴാണ് ഓക്കെ എന്തായാലും ഒരു സൺഡേ എന്താ പറയുക, ഒരു സൺഡേ ഫുൾ ഡേ ഇല്ല, ഹാഫ് ഡേ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കേട്ടോ. യെസ്, ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിക്കുന്നത് മേക്കപ്പ് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാമെന്ന്. അപ്പം തന്നെ ഞാൻ ഭയങ്കര റിലാക്സ് ആവും. ഞാനാണെങ്കിൽ എക്കോ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ വാഷ്റൂമിലാണ് കേട്ടോ, ജസ്റ്റ് അതിൽ തോന്നണം. ഞാനാണെങ്കിൽ കുറച്ചധികം ബ്ലഷ് ഇട്ടിട്ടുണ്ട്. കാരണം വീഡിയോയിൽ എത്ര ബ്ലഷ് ഇട്ടാലും കറക്റ്റ് കാണുന്നില്ല, ലൈറ്റ് ഇല്ലാത്ത കാരണം തോന്നുന്നു. അപ്പം ഞാൻ കുറച്ചധികം ബ്ലഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കും ഐ ഷെയ്ഡൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഞാനാണെങ്കിൽ ഇന്നല്ല കഴിഞ്ഞ ആഴ്ച ഫോൺ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് വാങ്ങി കിട്ടും. അതാണ് ഞാനിപ്പോൾ മിററിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. നല്ലൊരു എന്താ പറയുക, ഒരു റബ്ബർ ടൈപ്പ് മാഗ്നറ്റിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അടിപൊളി സ്റ്റാൻഡ്. ഫോൺ നല്ല സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസിലത്തെ മേക്കപ്പ് കളയാം. അതിന് മുൻപായിട്ട് ഫേസിലേക്ക് വന്ന ഹെയർ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ കുറേ കുഞ്ഞു ഹെയർസ് ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം ഹെയർ കട്ട് ചെയ്തിട്ട് അധികമായിട്ടില്ല. പിന്നെ കുറേ കുഞ്ഞു ഹെയർസ്, ഇവിടെയൊക്കെ ബാങ്ക്സ് ഉണ്ട്. അതുകൊണ്ട് ബ്ലഷിൻ്റെ ഒക്കെ ഒരു കളറേ. ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. കുറേ ബ്ലഷ് ഇട്ടിട്ടേ ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഞാൻ വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് കൂടുതലും, അല്ലെങ്കിൽ ഓയിൽ കേട്ടോ. ഫേസ് വാഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട്. പക്ഷെ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യും. ഫേസ് വാഷ് മെയിൻലി യൂസ് ചെയ്യുന്നത് മോർണിംഗ് എണീറ്റ് ഫ്രഷ് ആകുമ്പോൾ തന്നെ നൈറ്റ് കിടക്കുമ്പോഴാണ് കേട്ടോ കൂടുതലും. ലിപ്സ്റ്റിക്ക് എന്തായാലും പോകാൻ ചാൻസ് ഇല്ല, കാരണം അബ്ലൈനാണ്. സോ ഇപ്പോൾ അടുത്തൊന്നും പോവില്ല. അതിന് ഫേസ് ലിപ്പിൽ കുറച്ച് ദിവസം ഉണ്ടാവും. നമ്മൾ പിന്നെ ഉരച്ചൊരച്ച് കഴുകി കളഞ്ഞാൽ മാത്രമേ ലിപ്സ്റ്റിക്ക് പോവുള്ളൂ. നല്ല ഉരയ്ക്കാൻ ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഉരയ്ക്കും. നല്ല കളറുണ്ട് ലിപ്പിൽ. ബാക്കിയുള്ള എല്ലാ മേക്കപ്പും ഫേസിൽ നിന്ന് പോയിട്ടുണ്ട്. ഐലൈനർ, മസ്കാര, ഐ ഷേഡോ, ബ്ലഷ്, ഹൈലൈറ്റർ എല്ലാം പോയിട്ടുണ്ട്. ഐബ്രോ ഒരു സമാധാനം കിട്ടിയിരിക്കും. മഴക്കാറ് വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്തോ മഴക്കാറ് തീരെ ഇഷ്ടമാവണില്ല, മഴ ഇഷ്ടമാവണില്ല. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പ്രോപ്പറായിട്ട് പറ്റുന്നില്ല കേട്ടോ. ലൈറ്റ് കിട്ടാത്ത കാരണം. പ്രൊഡക്റ്റിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോഴും ലൈറ്റ് ഇല്ല കണ്ടോ. ഓക്കെ, ലൈറ്റ് വേണമല്ലോ. സോ അത് കറക്റ്റ് കിട്ടാത്ത കാരണം മഴേനോട് എന്തോ ഒരു ദേഷ്യം പോലെയാണ് എനിക്ക്. പക്ഷെ മഴ വേണം കേട്ടോ, കാരണം നമ്മുടെ കിണറ്റിൽ വെള്ളം കുറവാണ്. അത് വേറെ കാര്യം. വീഡിയോ ഒക്കെ ഇവിടെ നിൽക്കട്ടെ. കിണറ്റിൽ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളമായി. ഈ 2 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ഫുള്ളായി കിണറ്. അതിന് മുന്നേ വരെ വെള്ളമേ ഉണ്ടായിരുന്നില്ല കിണറ്റിൽ. കുറച്ചധികം റൂമൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും ബെഡിൽ തന്നെ വെച്ചേക്കുക കണ്ടോ. ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നൈറ്റ് വെയർസ് ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. എല്ലാം നല്ല പിൻട്രസ്റ്റി എസ്തെറ്റിക് വൈബ് ആയിട്ടുള്ള നൈറ്റ് വെയർസ് ആണ്. ഇതിൻ്റെ റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന്. പിന്നെ വേറെയും കുറച്ച് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. വന്നേ
ആരാ വന്നേക്കണെന്ന് നോക്കി, ആരാ വന്നേക്കണേന്ന്. നമ്മുടെ കുക്കു. ശരിക്കും പറഞ്ഞാൽ കുക്കുവിന് കുറേ ആരാധകരുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് കുക്കുവിനെ അന്വേഷിക്കുന്നുണ്ട്. ഷോർട്സിലെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ പേര് കുക്കുവിനെ അന്വേഷിക്കുന്നുണ്ട്. കുക്കുവിൻ്റെ ഉടുപ്പ് കുറച്ച് ലൂസായിപ്പോയി. കുക്കുവിന് മുടി വെട്ടി, ചെറുതായിട്ട് കുക്കുവിന് ചെറിയൊരു അസുഖം വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, കുക്കു ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. കുക്കുവിന് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടോ. അപ്പോൾ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇവിടെ സ്കിന്നിലായിരുന്നു ഇൻഫെക്ഷൻ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കുക്കുവിനെ ഫുൾ ട്രിം ചെയ്തു. അതുകൊണ്ട് ചെറിയ വിഷമത്തിലാണ് ആൾ. നമ്മൾ ട്രിം ചെയ്തിട്ട് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. ഇനി ഒരു 2 ദിവസം കഴിഞ്ഞാലും ആൾ ഓക്കെ ആവും. ഒരാഴ്ച വരെ ആൾ ഇങ്ങനെ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആവും. അപ്പോൾ നമുക്ക് ആൾക്ക് നമ്മൾ ഡ്രസ്സ് ഇടിച്ച് കൊടുത്തിട്ടുണ്ട്, ടീഷർട്ട്സ്. ഇത് അവളുടെ തന്നെയാണ്. അവൾക്ക് ഞാൻ കുറേ ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ലൂസായി, കാരണം അവൾക്ക് ഹെയർ ഇല്ല. ഹെയർ ഉള്ളപ്പോഴൊക്കെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. Say hi to family members. Hi. Hi. സുന്ദരി ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ബെഡിൽ കിടക്കും, ഇടയ്ക്ക് താഴത്ത് അവൾക്കൊരു കുഷ്യൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടക്കട്ടെ. ഇപ്പോൾ പെൻഗ്വിനുണ്ടല്ലോ, പെൻഗ്വിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കും. പെൻഗ്വിനും അവളിപ്പോൾ അവളുടെ ഒരു പകുതിയുള്ളൂ. പെൻഗ്വിൻ്റെ ഒരു പകുതിയുള്ളൂ ഇപ്പോൾ അവൾ. ഏകദേശം ഒരേ വലിപ്പമായിരുന്നു മുടിയൊക്കെ ഉള്ള സമയത്ത് കേട്ടോ. ഇപ്പോൾ പകുതിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ കബോർഡിലേക്ക് എടുത്ത് വെക്കണം. എടുത്ത് വെച്ചിട്ട് ബാക്കി പരിപാടി. അതിന് മുന്നേ ജനൽമ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അതൊക്കെ ഒന്ന്, ഇതൊക്കെ ഷൂട്ടിന് വേണ്ടി എടുത്തത്. ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് എടുത്തേക്കാൻ സമയം കിട്ടിയിട്ടില്ല. പോയിട്ട് ഭക്ഷണം കഴിച്ചു, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് സാധനങ്ങളുണ്ട് എടുത്ത് വെക്കാൻ. ഇതൊക്കെ ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കബോർഡൊക്കെ നല്ല ഒതുക്കി വൃത്തിയായിട്ട് നോക്കണം, കാരണം എല്ലാത്തിനും ഓരോ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായ സ്ഥലത്ത് നമ്മൾ വെക്കും കേട്ടോ. അതിപ്പോൾ ഒരു ദിവസത്തെ ലാസ്റ്റ് ആയിരിക്കും ഞാൻ വെക്കുക. അതായത് എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കണേ മുന്നേ ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനെല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കും. ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ നമ്മുടെ റൂമിൽ ഒരു എക്സ്ട്രാ ഒരു സ്ഥലം തന്നെ ഉണ്ട്. ഈ ഒരു വിൻഡോയുടെ അവിടെ ഉണ്ട് എപ്പോഴും ഞാൻ വെക്കുക. കാരണം എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചധികം ക്ലിപ്പും ഉണ്ട്. ചില സമയത്ത് പോണ സമയത്ത് ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മൈക്കയുടെ ബോക്സാണ് കേട്ടോ. അത് മൈക്ക യൂസ് ചെയ്യണ കാരണം അടുത്ത വെച്ചതാണ്. എല്ലാം സൈഡാക്കി. കുറേ കവറുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൻ്റെ. ഞാൻ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുണ്ട് കവറ്. ഈ ഒരു ചെയറിലിരിക്കുന്നുണ്ട് കുറച്ചധികം. എല്ലാം എടുത്ത് വെക്കണം. എന്തിനും എടുത്ത് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ ചേച്ചി വരും. എല്ലാവരുടെയും വീട്ടിൽ വരും തോന്നുന്നു. സോ നമ്മളിത് കത്തിക്കാറില്ല, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കും. ഇപ്പോൾ സമയം ഒരു 3:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കുറച്ച് നേരം ഒന്ന് കിടക്കാം എന്നാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. റൂമൊക്കെ അത്യാവശ്യം അടിച്ച് വാരിയിട്ടുണ്ട്. തുടക്കൽ പിന്നെ ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ വെച്ചൊന്ന് കിടക്കാം. അല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഞാൻ ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ടാവും, എന്താണെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാനൊന്ന് പെട്ടെന്നൊന്ന് റെഡി ആയിട്ടോ. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് അല്ല, ഇതൊരു ലിപ് ലൈനറാണ്. പിന്നെ സിന്ദൂരം കുറച്ച് കട്ടിക്ക് തൊട്ടിട്ടുണ്ട്. ചെറുത് തൊടാനാണ് വിചാരിച്ചത്. തൊട്ട് വന്നപ്പോൾ അങ്ങനെയായി. പിന്നെ അത് ഞാൻ മായ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കുർത്ത സെറ്റാണ് ഇട്ടേക്കുന്നത്. എവിടേക്കാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ്. നമ്മൾ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വിച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ ആൾ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോളണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വിച്ചുവിന് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് ആളുടെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 hour മേലെ ഉണ്ട് ആളുടെ വീട്ടിലേക്ക്.
ആളാണെങ്കിൽ ഇന്ന് നൈറ്റ് പോവും. അപ്പോൾ പിന്നെ കൊറിയർ അയക്കാൻ പ്ലാൻ നടക്കില്ല. അപ്പോൾ വിചാരിച്ചു പോയി കൊണ്ടു കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സോ ആളുടെ വീട്ടിൽ പോകാനായിട്ട് സിന്ദൂരം കുറച്ച് കൂടിപ്പോയി. ആളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ് കേട്ടോ. നമ്മൾ കുക്കുവിനെയും കൊണ്ടുപോകുന്നുണ്ട്. കാറിൽ കുക്കുവിനെ ഇരുത്തിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇറങ്ങും. മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇനി കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ചെറുതായിട്ട് നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കുറച്ചേരം ഫോണിൽ കളിച്ച് ഇതിനോട് സംസാരിച്ച് കിടന്നുറങ്ങണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് ഞാൻ വേറെ ഇതാക്കുന്നത് സവാനയത്തെ നൈറ്റ് വെയർ ആണ് കേട്ടോ. കാണിച്ചു തരാം, വെയിറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക്. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു നീ ലെങ്ത്തിൽ വരുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് സ്യൂട്ടാണ്. നല്ല കംഫർട്ടാണ് ഇത് വെയർ ചെയ്യാനായിട്ട്. പക്ഷെ ഭയങ്കര തണുപ്പുള്ളപ്പോൾ ഇത് വെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലോട്ട് കിടക്കാം. അടുത്ത് പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനൊന്നുമില്ല. ജസ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്യും ഫസ്റ്റ്, കാരണം നല്ലോണം ലിപ്പ് പൊട്ടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നതൊരു സെറമാണ്. ഇത് ഏതാ ബ്രാൻഡെന്നൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 1 മന്തൊക്കെ ആവുന്നേ ഉള്ളൂ. സോ എനിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വന്ന് പറയാം കേട്ടോ. കുക്കൊക്കെ ഉറങ്ങാൻ കിടന്നു. ഞാൻ മാത്രമാണ് ഇങ്ങനെ സ്കിൻ കെയർ നോക്കിയിരിക്കുന്നത്. ഫൈനലി എല്ലാ സ്കിൻ കെയറും കഴിഞ്ഞു. നൈറ്റ് സ്കിൻ കെയർ. ഇനി പോയിട്ട് ഞാൻ കിടന്നു ഉറങ്ങട്ടെ, എനിക്ക് ഉറക്കാൻ വരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഫുൾ ഡേ അല്ല, ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. ഹാഫ് ഡേ ഉണ്ടോ? ഹാഫ് ഡേ ഇല്ല, ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും, സൺഡേ വ്ളോഗ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബൈ.